വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഒരു ഈസി സ്മോക്കി ആയി ട്യൂട്ടോറിയലാണ് കേട്ടോ. ഒരു 3 to 5 minutes കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു പാലറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്മോക്കി ആയി ട്യൂട്ടോറിയലാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഞാൻ ഈ ഒരു ട്യൂട്ടോറിയൽ ഇതിനു മുന്നേ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു മൊത്തം. പക്ഷേ എൻ്റെ ഭാഗ്യവശാൽ അതെല്ലാം ഡിലീറ്റ് ആയി പോവുകയാണ് ചെയ്തത്. ഡിലീറ്റ് ആയി പോയതല്ല, ഞാൻ വിചാരിച്ചു ബാക്കപ്പിൽ ഉണ്ടാവുമെന്ന്. പക്ഷെ ഞാൻ മനഃപൂർവ്വം ഡിലീറ്റ് ചെയ്ത് നോക്കി, പക്ഷെ ബാക്കപ്പിൽ ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും അത് ചെയ്യേണ്ട ഒരവസ്ഥയാണ്. പക്ഷെ അന്ന് ചെയ്തതിൻ്റെ കുറച്ച് BTSോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ അതിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്നാൽ തുടങ്ങാം. അപ്പം ഞാൻ എൻ്റെ ഫേസ് മേക്കപ്പ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ ഐ മേക്കപ്പിൽ ചെയ്താൽ മതി. സോ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കോൾ കാജൽ പെൻസിലാണ്. ഇത് റെനയുടെ മിഡ് നൈറ്റ് കോൾ കാജൽ പെൻസിലില്ല, അത് ഭയങ്കര ഇൻറ്റൻസ് ബ്ലാക്കാണ്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഈ വാട്ടർ ലൈനിൻ്റെ മേലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങനെയാണ്. ഐൻ്റെ ഷേപ്പിനനുസരിച്ചും പിന്നെ അതിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് ഒന്ന് ലൈൻ ചെയ്യുന്നത്. കാരണം ഇത് ഓവറായാലും അത് സ്മഡ്ജ് ചെയ്ത് വന്നാലും ഒരു ഭയങ്കര ബ്ലാക്ക് ആയിട്ട് പോകും. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് വരയ്ക്കുക. ഞാൻ ചെറുതായിട്ടേ വരച്ചിട്ടുള്ളൂ, സിൻസ് മൈ ഐസ് ആർ റിയലി സ്മോൾ. നിങ്ങൾ നിങ്ങളുടെ കണ്ണിൻ്റെ ഷേപ്പിനനുസരിച്ച് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യാം. പക്ഷേ സ്റ്റെപ്സ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അതിനുശേഷം ഒരു ഫ്ലാറ്റ് ബ്രഷ് എടുത്തിട്ട് നല്ലപോലെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കും. ബ്രഷ് ഇല്ലെങ്കിലും പിന്നെ നമ്മൾ കൈ കൊണ്ട് നമുക്ക് സ്മഡ്ജ് ചെയ്യാൻ പറ്റും. അത് ഏറ്റവും നല്ല ടൂള് കൈയാണ്. കൈ കൊണ്ട് സ്മഡ്ജ് ചെയ്താലും ആ ഒരു പെർഫെക്ഷൻ കിട്ടും. പക്ഷെ അതിൻ്റെ പ്രിസിഷൻ കിട്ടണമെങ്കിൽ ഇത് ഫ്ലാറ്റ് ബ്രഷ് വേണം. കാരണം ഈ ഒരു കോർണറിലൊക്കെ കൈ കൊണ്ട് വെച്ച് പരത്തിയാൽ മൊത്തത്തിൽ പരന്നു. പക്ഷെ ഇവിടെയൊക്കെ നമുക്ക് കുഴപ്പമില്ല. ഇനി നമ്മളൊരു ഐ ഷാഡോ പാലറ്റ് എടുക്കുക. ഇതൊരു ബ്രൗൺ ഐ ഷാഡോ പാലറ്റാണ് കേട്ടോ. ബ്രൗൺ കളേഴ്സും ബ്ലാക്കും മാത്രമേ ഉള്ളൂ ഇതിൽ. ഒരു സിംഗിൾ നൈക്കേൻ്റെ ഒരു പാലറ്റാണ്, ഭയങ്കര അഫോർഡബിൾ ആണ്. അതിൽ ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഷെയ്ഡ് എടുക്കുക. ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഈ ബ്ലാക്കിൻ്റെ തൊട്ട മേലെയായിട്ട് സ്മഡ്ജ് ചെയ്യാൻ തുടങ്ങും. ക്രീസിൻ്റെ വെളിയിൽ പോകണ്ട കേട്ടോ, പുറത്തോട്ട് പോകണ്ടേ. നല്ലപോലെ ഇത് ഒരു വലിയൊരു ബ്രഷ് എടുത്തിട്ട്, ഫ്ലഫി ബ്രഷ് എടുത്തിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഇതിൻ്റെ ലൈറ്റർ ഷെയ്ഡില്ലേ, ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ക്രീസിൻ്റെ എബോവ് ആയിട്ട്, അതായത് ഈ ക്രീസിൻ്റെ ഈ മേൽഭാഗത്തിൽ ഇത് നല്ലപോലെ അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യും. ഇനി നമുക്ക് ഫിനിഷിങ് സ്റ്റേജ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഐ ഷാഡോ, ഈ ഐ ഷാഡോ എടുത്തിട്ട് ചെറിയ ബ്രഷ് ആട്ടോ ഞാൻ എടുത്ത്, എന്നിട്ട് അത് ഈ കോർണേഴ്സൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ബ്ലാക്ക് ഇവിടെയൊക്കെ നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്യണേ. വേണമെങ്കിൽ കുറച്ച് ഈ ബ്രൗൺ ഷെയ്ഡും കൂടി എടുത്തിട്ട് ഒന്നുകൂടി ഒരു ബ്ലെൻഡിങ്, ഒരു ട്രാൻസിഷൻ കിട്ടണം. ഡാർക്കർ ടു ലൈറ്റ്, ആ ബ്ലാക്ക് വേറെ ബ്രൗൺ വേറെ അങ്ങനെ കാണണം. ഇനി നല്ല ഐലൈനറോ ഐ പെന്നോ യൂസ് ചെയ്തിട്ട് ഈ കോർണർ നല്ലൊരു വിങ് വരച്ചു കൊടുക്കുക. ഇന്ന കോർണറിലും അതേപോലെ ലൈൻ ചെയ്ത് കൊടുക്കുക.
ഇന്നർ കോർണറിലും പിന്നെ ഈ ടോട്ടൽ ടൈറ്റ് ലൈനിലെല്ലാം ചെറുതായിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കണ്ണിൻ്റെ ഉള്ളിലത്തെ ടൈറ്റ് ലൈൻ ഉണ്ടല്ലോ, ഉള്ളിൽ അതിലൊന്നൊന്ന് ഈ കാജൽ യൂസ് ചെയ്തിട്ടൊന്ന് ലൈൻ ചെയ്തു. ഈ കണ്ണ് ചെയ്തു. അതേപോലെ നമുക്ക് ഇനി ഈ കണ്ണ് ചെയ്യും. താഴെ ഈ കണ്ണിൻ്റെ അടിയിൽ ഞാൻ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്മോക്കി ഐസ് അല്ലേ, അപ്പം താഴെയും അതേപോലെ നമുക്ക് ആ സ്മോക്കിനെസ് വേണം. അതിനുശേഷം ഒരു ചെറിയ കുട്ടി ബ്രഷ് എടുത്തിട്ട് അതൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആഫ്റ്റർ ദാറ്റ് ഞാനൊരു നേരത്തെ അതേ പാലറ്റിലെ ഈ ഡാർക്കസ്റ്റ് ബ്രൗൺ ഇല്ലേ അതെടുത്തിട്ട് ഒന്ന് വീണ്ടും സ്മഡ്ജ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഈ ബ്ലാക്ക് ആയിട്ട്. ഇതന്നെ ഈ കണ്ണിലും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫുൾ ഫേസ് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. ഇതാണ് സ്മോക്കി ഐസ്. ഭയങ്കര സിമ്പിളാണ്, കാണുമ്പോൾ ഭയങ്കര സിമ്പിളാണ്, ചെയ്യാനും സിമ്പിളാണ് കേട്ടോ. നമ്മൾ മറ്റേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ ഐ ഷാഡോ വെച്ചിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൺലി 2 ഷെയ്ഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് സൂക്ഷിച്ചാൽ മതി, വേറെ ഒരു സീനുമില്ല. പക്ഷെ ഇത് നമുക്ക് വേണമെങ്കിൽ നല്ല സാരി കൊടുത്ത് ആ ഒരു ട്രഡീഷണൽ ലുക്കിനും ഇത് പറ്റും. ഒരു ബോൾഡ് അല്ലെങ്കിൽ ഒരു കുറച്ച് പാർട്ടി നൈറ്റ് അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി ഹോട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അതിനും ഇത് നല്ലപോലെ മാച്ചാവും കേട്ടോ. ഇങ്ങനത്തെ ലുക്ക്, ഒരു ബ്ലാക്ക്, ഒരു ഹോട്ട് ചിക്ക് ലുക്കിന് ഇത് അടിപൊളിയായിരിക്കും ഈ ഐസ്. പിന്നെ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് ഞാൻ അന്ന് ചെയ്ത ലുക്കും പിന്നെ ഇന്നത്തെ ലുക്കും, അന്ന് ലെൻസൊക്കെ വെച്ചിട്ടായിരുന്നു ചെയ്തത്. പക്ഷേ എനിക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെടുന്നത് ലെൻസ് ഇല്ലാണ്ടാണ് കേട്ടോ. ലെൻസ് ആകുമ്പോൾ കുറച്ചൊരു ഈ ബ്ലാക്ക് സ്മോക്കി ഐസ് ഒന്നുകൂടി ബാക്കോട്ട് വലിയുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷേ ഈ ബ്ലാക്ക്, ഒരു ബ്രൗൺ ബ്ലാക്ക് ഐസിൽ ഈ ബ്ലാക്ക് ലൈനർ അടിപൊളിയായിട്ട് കാണുന്നുണ്ട്, പോപ്പ് ഔട്ട് ചെയ്ത് കാണുന്നുണ്ട്. എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടത് കമൻറ്റ് ചെയ്ത് അറിയിക്കും കേട്ടോ. സോ നിങ്ങൾക്ക് ഈ ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും തെറ്റുകളോ എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ സജഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കും. സോ അടുത്ത എന്ത് കോണ്ടൻറ്റ് വേണം എന്നുള്ളതും കൂടി നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കും കേട്ടോ. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.